ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ബാക്കി വരുന്ന ചോറ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുതിന റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ലഞ്ച് റെസിപ്പിയാണ്. സൂപ്പറായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും നമുക്ക് ഓഫീസിൽ പോകുമ്പം കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുതിന റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ കുറേ വീഡിയോസ് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്, ഡിഫറെൻറ്റ് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇതുപോലെ ഒരു ബൗൾ നിറയെ ചോറെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ചതായിരുന്നു. ഞാനൊരു പ്രത്യേക ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ബൗൾ നിറയെ പുതിന എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് മിക്സി ജാറിലിട്ട് കൊടുക്കാം. അരക്കപ്പ് മല്ലിയിലയാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത് ചോറ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അധികം പുളിയില്ലാത്ത അരക്കപ്പ് തൈരും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതാ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു മണവും ടേസ്റ്റുമാണ് ഈ ഒരു ഇതിന് കേട്ടോ. തൈരും മല്ലിയിലയും പുതിനയിലയും കൂടി അരച്ചത്. ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഞാനൊരു 5 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു പട്ട, പിന്നെ നമുക്ക് ഗ്രാമ്പൂവാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ബിരിയാണി ഇല കേട്ടോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മുന്തിരിങ്ങയാണ്, ഉണക്കമുന്തിരി. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. അത് നമുക്ക് ചെറുതായി അരിഞ്ഞതാണ്. അത് നമുക്കിങ്ങനെ വറുത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരി വേവിക്കുമ്പോഴൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മിക്സിയിൽ പുതിന അരച്ചപ്പോഴും ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകാണ്, ഞാൻ 2 ചെറിയ പച്ചമുളകാണ്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്ക് 2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കതിലേക്ക് പുതിനയാണ്, ഞാൻ കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ച പുതിന ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല മണമാണ് കേട്ടോ, നല്ല അടിപൊളി മണമാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് നമ്മുടെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതൊക്കെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചോറ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ജീര റൈസാണ് കേട്ടോ. നമ്മൾ റേഷൻ അരിയോ അല്ലെ പുഴുങ്ങലരിയോ ഏതായാലും സാറില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ കുട്ടികളെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ. ഇപ്പോൾ തലേന്ന് രാത്രിയൊക്കെ ഉണ്ടാവുമല്ലോ, ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ രാവിലെ കുട്ടിക്ക് സ്കൂളിലെല്ലാം കൊടുത്ത് വിടുന്നവരെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചോറ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമാണ് കേട്ടോ, വെറുതെ പറയുന്നില്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഉള്ളി വറുത്തതാണ് കേട്ടോ, അതും കൂടെ
ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പുതിന റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ റൈത്തയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.